ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് ഈ തത്ത പറയുന്നതായിട്ട് ജിമ്മിനൊക്കെ എല്ലാം ഷോക്കായിരുന്നു. അതുമാത്രമല്ല പ്രിൻസസ് കയ്യിൽ ഇതുണ്ട്, ഒരു ഇത് വെച്ച് ഓൺ ചെയ്താൽ എല്ലാ കാര്യം അറിയും. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഫുൾ കാര്യം അറിയുന്ന കാര്യം എല്ലാ തത്ത പറയുന്നു. അവളെ കുറിച്ച് എന്നെ ഫോളോ ചെയ്ത് ഫുള്ള് കാര്യം പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ രാജാവിനോട് പോയിട്ട് എല്ലാ കാര്യം ഇത് നടന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിന് രാജാവ് ശരി ഓക്കെ അവിടുത്തെ വേണ്ട എന്നെ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത്. അങ്ങനെ വില്ലന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വില്ലന്മാർക്ക് ടെൻഷനായി. ഇപ്പോൾ എന്താ ചെയ്യുക, ഏത് ചെയ്ത് അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഫ്യൂച്ചർ നോക്കുന്ന ഒരു പവർ ഉള്ളത് ഈ തത്തമാർ പറയായിരുന്നു. എന്താ ആപത്ത് വരുന്നത് എല്ലാം അറിയാൻ പറ്റും. അത് മുതൽ നമ്മളെ രാജമൗലി എങ്ങനത്തെ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നെ തത്തമാർ പറയായിരുന്നു. അതെ അതെ എന്ന് പറഞ്ഞ രണ്ട് തത്തമാർ പറയുന്ന കേട്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് പ്രിൻസ് രാജാവിനോട് പറയുന്നു. രാജാവ് അതിന് 7 പേർ ഇപ്പോൾ തല്ലാക്കി തുടങ്ങിയായിട്ട് രാജാവ് തലക്കൈയൊക്കെ ഇപ്പം എന്ത് ചെയ്യാൻ അറിയില്ല എന്ന് രാജാവ് തലക്കൈ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയായിരുന്നു. എന്നാൽ ഹീറോയുടെ ഡാഡി ഹീറോയ്ക്ക് മാരേജ് കാര്യം പറഞ്ഞാൽ ഹീറോ ഓക്കെ എന്ന് പറയായിരുന്നു. ഹീറോ എന്താ ചെയ്യാം, അവർക്ക് എന്നെ പിടിച്ചില്ല എന്താ ചെയ്യാം, വേറെ ഇല്ല ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ മാരേജ് ഓക്കെ ആയിരുന്നു. ഫിലിക്സ് കൂടെ ഹീറോയ്ക്ക് മാരേജ്. ഹീറോ ഇത് പീറ്റീസ് മെമ്പർക്ക് അറിഞ്ഞായിരുന്നു. ഹീറോ പീറ്റീസ് മെമ്പർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഫിലിക്സ് പറയായിരുന്നു ഹീറോയിൻ്റെ ഒരു ഫ്ലിക്സ് പറഞ്ഞ ഹീറോൻ്റെ ഫ്രണ്ടായിരുന്നു. അതെ ഫ്ലിക്സിക്ക് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഹീറോൻ്റെ. അതന്നെ ഹീറോയ്ക്ക് ആക്സിഡൻറ്റ് മതി ഫ്ലിക്സും കയറി ആക്സിഡൻ്റ് ഫ്ലിക്സ് കയറിയായിരുന്നു. ഇതേത് വേൾഡടി അതടി ഞാനും അത് വേണം. അങ്ങനെ ഫ്ലിക്സും ആക്സിഡൻറ്റ് ഫ്ലിക്സിക്ക് പറഞ്ഞാൽ അങ്ങനെ ആക്സിഡൻറ്റ് ഫ്ലിക്സും പറയായിരുന്നു ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ ഫ്ലിക്സും പറയായിരുന്നു മച്ചി ഇപ്പം എന്താ ഇവിടുന്ന് തപ്പിക്കാൻ. അങ്ങനെ ഫ്ലിക്സ് പറയായിരുന്നു നീ എങ്ങനെയാടി അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു എനിക്ക് ആക്സിഡൻ്റ് ആയി. എന്നെ ഫ്ലിക്സ് പറയായിരുന്നു എനിക്ക് ലോറി ഉണ്ട് ഞാൻ കാറിൽ വരായിരുന്നു. അതുകൊണ്ട് ഫ്ലിക്സ് ശരിടാ ഞങ്ങൾ ഭയങ്കര ആക്ടിങ് ചെയ്യാം വേറെ പോയില്ലടാ എന്ന് പറയാം. രണ്ടുപേരും മാരേജ് പോയി ആക്ടിങ് മാരേജ് അല്ല 7 പേർ സ്റ്റോപ്പ് എന്ന് പറയായിരുന്നു. എല്ലാവരും കേൾക്കായിരുന്നു എന്താ ഫ്ലിക്സ് ചാക്കായിരുന്നു. എടി ഇത് PTS മെമ്പറാണല്ലോടാ. അതേടാ ഇപ്പം എന്താടാ ചെയ്യുന്നതെന്ന് പറയായിരുന്നു. അങ്ങനെ ഫ്ലിക്സ് ആക്കായിരുന്നു. അതിനെ കൊണ്ട് ഫ്ലിക്സ് പറഞ്ഞത് ലാഡലല്ല നോർമലാണ്. അത് ഹീറോയും കൂടെ പഠിക്കണം. ഹീറോയ്ക്ക് സീനിയറാണ് ഒക്കെ ഫ്ലിക്സ്. ശരി ഓക്കെ എന്ന് പറയുന്നത്. എന്താ സൂപ്പർ സീനിയർ അതെ ദി ഹീറോയും ശരി. അങ്ങനെ 7 പേർ പറഞ്ഞു ഞാൻ ഇവളെ മാരേജ് കഴിക്കുമെന്ന് വായിക്കരുത്. ഇപ്പോൾ 7 പേർ ഓർപ്പിച്ചു ശരി നമ്മൾ ഇവളെ മാരേജ് കഴിക്കാം 7 പേർക്ക് ഒരേ ഒരു വൈഫ് എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ച്. ഹീറോയിനവർക്ക് അങ്ങനെ മാരേജ് അവളോട് റിങ് കൊടുത്തു. മാജിക് റിങ് കൊടുത്ത് ഹീറോ ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും വെച്ച് ഹീറോയ്ക്ക് ഷാക്കായി മയങ്ങി വീണ്. ആക്ടിങ് മൊത്തം ഒന്ന് മയങ്ങി വീണ് ഹീറോയി. എന്താ ഇവിടെ നടന്നു, ഞാൻ ഒരാളെ തിരിച്ചു പോയി 7 പേര് എന്താ ചെയ്ത് നടത്തുക, ഒരാളെ കറച്ചെന്ന് വെച്ചാൽ 7 പേരെ അയ്യോ എന്ന് പറഞ്ഞ് ഹീറോ റേഷൻ മാറിയായിരുന്നു. ഇവരെ 7 പേർക്ക് ആരെന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഹീറോ മൊത്തം വാങ്ങി വീണായിരുന്നു. 7 പേർ ഹീറോയുടെ ഫാലസ് കൊണ്ട് ഫ്ലിക്സ് അയ്യോ എന്ന് പറഞ്ഞ ഫ്ലിക്സിക്ക് ഷാക്കായിരുന്നു. ഫ്ലിക്സ് ഡാഡി എന്താടാ ഇല്ല ഡാഡി അത് എന്ന് പറഞ്ഞ ഫ്ലിക്സ് ഡാഡിക്ക് ടെൻഷനായിരുന്നു. ഹീറോയുടെ ഡാഡിക്ക് ഷോക്കായിരുന്നു. എന്താ ഇവിടെ രാജാവ് സമാധാനമൊക്കെ ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ കുട്ടി രാജാവാണ്. ഹീറോയിൻ്റെ PTS മെമ്പറിൻ്റെ വലിയ രാജാവാണ്. ആ ഹീറോയിൻ വേറെ പ്ലേസ് രാജകുമാരി. ഹീറോയിൻ്റെ ഡാഡി രാജാവാണ്. ഇപ്പം എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയിൻ ഡാഡിക്ക് ഷാക്കായിരുന്നു. 7 പേർ ഹീറോയി കടവ് ഷാക്കായിരുന്നു. എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ 7 പേരെ ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. എന്താ വൈഫായിട്ടുണ്ട് ഹീറോയി ഷാക്കായിരുന്നു. അത് ഹീറോയിന് വില്ലൻ കൂട്ടം വന്നായിരുന്നു. റിവെഞ്ചൊക്കെ ഹീറോയിൻ മാജിക് യൂസ് ചെയ്ത് വില്ലനെ അടിച്ചതല്ലാക്കിയായിരുന്നു. അങ്ങനെ എല്ലാവരും വില്ലനെ കൊന്നു കളഞ്ഞു. അതിലൊരു വില്ലി ഉണ്ടായിരുന്നു. അവൾ മരിക്കാൻ മുമ്പ് ഹീറോയ്ക്ക് വന്നറിയായിരുന്നു. ഹീറോ അവിടേക്ക് വാങ്ങി 7 ഭയങ്കര കരയാണ് ഹീറോയിൻ്റെ. അങ്ങനെ അവിടുന്ന് ഹീറോയിൻ മരിച്ചു. അങ്ങനെ ഇപ്പോൾ റിയൽ വേൾഡിൽ ഹീറോയി കൊണ്ടു തുറന്നു. ഹീറോയിൻ മമ്മി ഹീറോയിൻ നെട്ടി അടിച്ചായിരുന്നു. മമ്മി ഇപ്പോൾ എവിടെ ഉള്ളത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. ഫ്ലിക്സ് അടിച്ചായിരുന്നു. ഫ്ലിക്സുക്കും അടിയായിരുന്നു. ഫ്ലിക്സ് അടിച്ചായിരുന്നു. ഫ്ലിക്സ് 2 പേര് രണ്ട് കണ്ണു തുറന്നു. 2 പേര് മമ്മി വന്ന് സമാധാനമാക്കുമായിരുന്നു. ഇങ്ങനെ ഫ്ലിക്സുക്കും അടിപെട്ടായിരുന്നു. അങ്ങനെ 7 പേർക്ക് അവർക്ക് 7 പേർ ഷൂട്ടിങ് ബിസിയിൽ നടന്നുകൊണ്ട് വരുമായിരുന്നു. അവർക്കൊന്നും അറിയില്ല. നമ്മൾ ഹീറോയി കട തുറന്നു മമ്മി ഡാഡി എന്ന് പറഞ്ഞ് ഹീറോ ആക്ട് ചെയ്ത് ശരി മാ എപ്പോൾ എത്ര നാളായി ഇല്ലമ്മ അത് എക്സാം വരാനുണ്ട് മാ അതൊക്കെ ഉണ്ട് എന്ന് പറയായിരുന്നു. അപ്പോൾ വേഗം കണ്ണു തുറന്നു സമാധാനം എത്ര നാളായി മോ കോമഡി റേറ്റ് ഇല്ല മോളെ 15 നാളത്ര എന്ന് പറയായിരുന്നു. എന്ത് കുട്ടി കോമാണ് ആദ്യം മോളെ രക്ഷപ്പെട്ടു. ഹീറോ ഡോക്ടർക്ക് ഷോക്കായിരുന്നു. 15 നാളായി പിന്നെ ഡോക്ടർക്ക് 15 നാൾ കോമ ഉണ്ടായിരുന്നു ഇതിൽ അതിശയം എന്ന് പറഞ്ഞു മമ്മിയുടെ ഡാഡിനെ പറയായിരുന്നു.
ഫ്ലെക്സ് പറയാം ഫ്ലെക്സ് കോമഡി സമ്മതമാക്കി. അങ്ങനെ രണ്ടുപേരും അടിച്ചിട്ട് ഒരു ബെഡ്റൂം അതെ 2 റൂം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ കുറച്ച് നാൾ ഈ കോളേജിലെ എക്സാമല്ല ഭയങ്കര ബിസി ആയിരുന്നു ഹീറോ ഏതെന്നാൽ ഫ്ലെക്സും അങ്ങനെ ഭയങ്കര ബിസി. അവർ രണ്ടുപേരും ഇരുന്നിട്ട് കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോ കോഫി ഷോപ്പിലിരുന്ന് ഫ്ലെക്സ് കൂടെ സംസാരിക്കുക. ഫ്ലെക്സ് സീനിയർ ഞങ്ങൾക്ക് റിയൽ ടൈമിലും അത് നടന്നല്ലേ അതെ ആരും നമ്പുന്നില്ല ഇഷ്ടം ഓർക്ക് എന്ന് പറഞ്ഞ ഫ്ലെക്സ് ചിരിക്കാറ്. അതെ അതെ ഈ റോസിയും ലിയ സമ്മതി എന്ത് കാര്യം റോസ് എന്ന് ലിയ നമ്പുന്നില്ല എന്നാൽ ഫ്ലെക്സിനോട് പറയാം ലിയക്ക് എപ്പോഴാ പ്രപ്പോസ് ചെയ്യാൻ എന്തടി ശരിക്കും ആരുമില്ല എന്നെ പറയണം. പി ടി എസ് മെമ്പർ അതെ അവിടെ എല്ലാവരും പോകാൻ തുടങ്ങി അവിടെ ഉള്ള ആൾക്കാരെല്ലാം പോകാൻ തുടങ്ങിയാണ്. ഫ്ലെക്സ് പറഞ്ഞ ഹീറോയിനെ കൈ പിടിച്ച് സംസാരിക്കായിരുന്നു. ആനായിട്ട് ഒരാൾ വന്ന് ഹീറോയിനെ കൈ പിടിച്ചായിരുന്നു. ഹീറോ ആരെന്നോളെ കൈ വെക്കുന്നു പറഞ്ഞ് ഹീറോ നോക്കുമ്പോൾ അവിടെ പി ടി എസ് മെമ്പർ 7 പേരുണ്ടായിരുന്നു. അതിൽ ജിമ്മിനായിരുന്നു ഹീറോയ്ക്ക് ഫ്ലെക്സ് കൈ എടുത്ത് സംസാരിക്കുക ജിമ്മിന് കൈ എടുത്തായിരുന്നു. ഹലോ സാർ സോറി സാർ നിങ്ങളുടെ പ്ലേസ് ആണോ ശരി ഓക്കെ ഞങ്ങൾ എണിക്കാം എന്ന് പറഞ്ഞ് ഹീറോയെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ചങ്ങ് ഹെയ്പ്പിന് പിടിച്ച് ഒറ്റ ഒരു വളി കഴിക്കരുത്. എന്താ സാർ എന്നെ പിടിച്ച് വലിക്കുന്നത് എന്ന് പറയായിരുന്നു. അത് ഹീറോയിൻ്റെ മുൻ ജന്മമാണ്. അത് പി ടി എസ് മെമ്പർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആരാണ് ഇതുവരെ അവർ കണ്ടുപിടിച്ചില്ല. ലാസ്റ്റ് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഓർമ്മ ഉണ്ട് കുറച്ച് ഓർമ്മ ഉണ്ട്. അതുമാത്രം അവർ ബുക്ക് എടുത്താൽ 6 ബുക്കും എടുത്ത് വായിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ മുൻചം അത് ആക്സിഡൻ്റ് ഫ്ലിക്സിക്കും ഹീറോ പി ടി എസ് മെമ്പർക്ക് ഹീറോയിനെ ഹീറോ ആരെന്ന് കണ്ടുപിടിച്ച് വന്നതാണ്. അത് നോക്കുമ്പോൾ പി ടി എസ് മെമ്പർ സെക്യൂരിറ്റി പറഞ്ഞതായിരുന്നു ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. ശരി ഓക്കെ പിന്നെ ഹീറോയിനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്താണ്. ഹീറോയെ കോമലുള്ള കാര്യം പി ടി എസ് മെമ്പർക്ക് അറിഞ്ഞായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്ത് പോകാം. ഇപ്പോൾ ഫിലിക്സും കോമലുണ്ടായ കാര്യം ഒരു ഇപ്പോൾ എന്താ ഫിലിക്സ് പി ടി എസ് മെമ്പർക്ക് ഹീറോയിനെ ക്യാരക്ടർ മൊത്തം ഇഷ്ടപ്പെട്ടായിരുന്നു. അവനെ ഹീറോയിനെ മാരേജ് കഴിക്കാന്ന് അവർ ഓർപ്പിച്ചായിരുന്നു. അതെല്ലാം നമ്മളെ മുൻജമ്മ അവർക്ക് എല്ലാ ഒരു ഫാദറിനോട് കേൾക്കുമ്പോൾ ഒരു കാര്യം പറയുന്ന കഥ അവരോട് പറയുമ്പോൾ ശരി ഓക്കെ നിങ്ങൾ അടുത്ത ജന്മതാണെന്ന് പറയുന്നു. അവരുടെ വേറെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ എന്താ സാർ നിങ്ങൾ പറയുന്നത് എന്നെ പി ടി എസ് മെമ്പറോടൊക്കെ ഹീറോ കേൾക്കായിരുന്നു. പി ടി എസ് മെമ്പർ ഫ്ലെക്സ് കേട്ടായിരുന്നു. ഇവരെന്താ എൻ്റെ ബോയ് ഫ്രണ്ടാ ഇല്ല സാർ അത് എൻ്റെ ഫ്രണ്ടാ എന്ന് പറയുന്നത്. ഫ്ലെക്സ് നോക്കി മുറക്കായിരുന്നു ജങ്കുക്ക്. ഇതുകൊണ്ട് ഫ്ലെക്സിക്ക് പേടിയായിരുന്നു. ഇതെന്താ ഇങ്ങനെ ടെററിസായിട്ട് മുറക്കിനെ ഭയങ്കര ഷുഗർ മുറക്കായിരുന്നു. എന്താ സാർ നിങ്ങൾ ഇവിടെ ഇരുന്നു സാർ ഞങ്ങൾ ഇവിടുന്ന് പോവാ എന്ന് പറഞ്ഞത് വന്ന് പറയായിരുന്നു. ഇല്ല എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് ഹീറോയെ നോക്കിയിട്ട് പറയായിരുന്നു.